10 പേർ ചേർന്ന് രണ്ടോ മൂന്നോ വരുന്ന SFI പ്രവർത്തകരുടെ നേർക്ക് തലയ്ക്കാണ് നേരെ ലാത്തിക്കൊണ്ട് മലപ്പുറത്ത് അടിച്ചിട്ടുള്ളത്. മലപ്പുറത്ത് നിങ്ങളെല്ലാവരും കണ്ടിട്ടുള്ളത് തന്നെയാണ്. SFIയുടെ പ്രകടനങ്ങളിൽ ആദ്യം ഒന്ന് തുടങ്ങിയത് മലപ്പുറത്താണ്. പക്ഷെ മലപ്പുറത്ത് അത്തരത്തിലുള്ളൊരു അക്രമ സംഭവത്തിനും യാതൊരു വിധത്തിൽ ക്രമസമാധാനത്തെ ബാധിക്കുന്ന വിധത്തിലോ SFI അവിടെ മാർച്ച് നടത്തിയിട്ടില്ല. എന്നിട്ടും തലയ്ക്ക് നേരിട്ടാണ് പോലീസുകാർ അതിഭീകരമായി ആക്രമിച്ചിട്ടുള്ളത്. അതിന്റെ ഭാഗമായി ഒരുപാട് പേർക്ക് പരിക്കേറ്റു. തിരുവനന്തപുരത്ത് ഈ പറഞ്ഞതുപോലെ പോലീസിന്റെ അന്ന് രാത്രി നടത്തിയിട്ടുള്ള പോലീസിന്റെയും KSUവിന്റെയും നരനായാട്ടിന്റെ ഭാഗമായി SFIയുടെ സംസ്ഥാന പ്രസിഡന്റും ബാലസംഘത്തിന്റെ സംസ്ഥാന സെക്രട്ടറിയും ഉൾപ്പെടെയുള്ളവർക്ക് പരിക്കേറ്റു. അതൊക്കെയും കേരളം കണ്ടതാണ്. ഈ പശ്ചാത്തലത്തിൽ പിന്നീട് കേരളത്തിൽ SFIക്കെതിരെ വൻതോതിലുള്ള ഏകപക്ഷീയമായ അക്രമമാണ് ഈ സർക്കാർ അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുന്നത്. ഈ വിഷയത്തിൽ കല്ലെറിഞ്ഞതും ഞങ്ങളെ ആക്രമിച്ചതുമായിട്ടുള്ള ഒരു KSUക്കാരന്റെ പേരിൽ ഈ നിമിഷം വരെയും കേരളത്തിൽ ഒരു FIR ഇട്ടിട്ടില്ല. എന്താണ് ഇടാത്തത്? കേരളത്തിന്റെ ഈ പറഞ്ഞ ആഭ്യന്തരമന്ത്രി പറഞ്ഞല്ലോ, ഞങ്ങൾ വന്നിട്ട് ഇത്ര ദിവസമേ ആയിട്ടുള്ളൂ, നിങ്ങൾ കുറച്ച് ക്ഷമിക്കുന്നു. ഞങ്ങൾക്ക് പറയാനുള്ളത് അത് തന്നെയാണ്. വന്നിട്ട് ഇത്ര ദിവസമേ ആയിട്ടുള്ളൂ. അടിച്ചമർത്താനാണോ ഉദ്ദേശിക്കുന്നത്? ഇങ്ങനെ ഇല്ലാതാക്കാനാണോ ഉദ്ദേശിക്കുന്നത്? സമരം ഞങ്ങൾ ചെയ്യണ്ട എന്നാണോ അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അദ്ദേഹം തന്നെ ഉത്തരം പറയണം. CBSE വിഷയം, നീറ്റ് വിഷയം, ഒരുപാട് വിഷയങ്ങൾ രാജ്യത്ത് നടക്കുകയാണ്. വിദ്യാർത്ഥികൾക്ക് വേണ്ടി നാളെയും ഞങ്ങൾ തെരുവിലിറങ്ങും. ഞങ്ങൾ ഇറങ്ങണ്ട എന്നാണോ നിങ്ങളുടെ പോലീസിനെ കൊണ്ട് നിങ്ങൾ ഞങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത്? ഇന്നിതാ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിന്റെ വീട്ടിലേക്ക് ED നടത്തിയ റെയ്ഡുമായി ബന്ധപ്പെട്ട് നടന്ന ഒരു വിഷയം, ആ വിഷയത്തെ സംബന്ധിച്ച് നടത്തുന്ന അന്വേഷണത്തിൽ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് എങ്ങനെ വന്നു? തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റിനെതിരെ എന്ത് തെളിവാണ് പോലീസിന്റെ കയ്യിലുള്ളത്? വിജയ് വിമൽ എന്ന ഒരു ജനപ്രതിനിധി കൂടിയായിട്ടുള്ള ഒരു SFI നേതാവ് അദ്ദേഹത്തിന്റെ വീട്ടിൽ പ്രവേശനോത്സവത്തിന്റെ ഭാഗമായി സ്കൂളുകൾ വൃത്തിയാക്കി തിരികെ വീട്ടിലെത്തിയ നിമിഷത്തിൽ ഇന്ന് പകൽ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. കൃത്യമായി തെളിവില്ല, അറസ്റ്റ് വാറന്റ് ഇല്ല. വീടുകൾ കയറാനോ റെയ്ഡ് ചെയ്യാനോ അറസ്റ്റ് വാറന്റ് ഒന്നുമില്ലാതെ പോലീസിന് ആരാണ് ഈ അധികാരം കൊടുക്കുന്നത്? ഇങ്ങനെയാണോ പോലീസ് ആക്ട് ചെയ്യേണ്ടത്? എത്രത്തോളം മൃഗീയമായാണ് വിജയ് വിമലിനെ കൈകാര്യം ചെയ്തത് എന്നുള്ളത് നിങ്ങൾ തന്നെ അന്വേഷിക്കണം. അപ്പോ SFIയുടെ ജില്ലാ പ്രസിഡന്റിന്, തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റിനെയാണ് പോലീസ് ഈ തരത്തിൽ കൈകാര്യം ചെയ്തിരിക്കുന്നത്. അങ്ങേയറ്റ പ്രതിഷേധം അതിന്റെ ഭാഗമായി SFI ഉയർത്തുകയാണ്. ഈ എന്തുകൊണ്ടാണ് ഇവർക്കെതിരെ കേസെടുക്കാത്തത് എന്നുള്ളത് പ്രതിപക്ഷ ഈ പറഞ്ഞ ആഭ്യന്തരമന്ത്രി പറയണമല്ലോ. പ്രതിപക്ഷ സംഘടന എന്ന നിലയിൽ, ഒരു വിദ്യാർത്ഥി സംഘടന എന്ന നിലയിൽ ഞങ്ങൾ നടത്തിയ ഒരു തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ, ആ പ്രവർത്തനത്തിന്റെ ഭാഗമായി ഞങ്ങൾ ജയിച്ചൊരു വിജയാഹ്ലാദ പ്രകടനം പോലും കേരളത്തിൽ നടത്താൻ കഴിയില്ല എന്നാണോ അദ്ദേഹം തരുന്ന സന്ദേശം? അദ്ദേഹം ഇങ്ങനെ ഞങ്ങൾ ഇരുന്നല്ലേ ഉള്ളൂ എന്നൊക്കെ പറയുമ്പോ, ഇരുന്നിട്ട് നിങ്ങൾ തുടങ്ങുന്നതിന് മുമ്പേ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് ജനം കാണണമല്ലോ. ഇങ്ങനെയാണോ വിദ്യാർത്ഥി സമരത്തെ നിങ്ങൾ കൈകാര്യം ചെയ്യുന്നത്? തലക്കടിക്കാൻ എവിടെയാണ് പോലീസ് ആക്ടിൽ നിയമം? തലക്കടിക്കാൻ പാടില്ല എന്നില്ലേ? തലക്ക് നേരിട്ടാണ് അടിക്കുന്നത്, മാറി അടിക്കുന്നതല്ല, തലക്ക് നേരിട്ടാണ് അടിക്കുന്നത്. ഒരു വിദ്യാർത്ഥിയുടെ തലക്ക് നേരിട്ടടിച്ചാൽ അയാൾക്കുണ്ടാവുന്ന ശാരീരിക പ്രശ്നങ്ങൾ, പിന്നീടുണ്ടാകുന്ന വിഷയങ്ങൾ ആരുത്തരം പറയും? അങ്ങേയറ്റ പ്രതിഷേധം ഞങ്ങൾ അതിന്റെ ഭാഗമായി സൂചിപ്പിക്കുന്നു എന്ന് മാത്രമല്ല, ആ പോലീസുകാരനെതിരെ നടപടി വേണം. അദ്ദേഹത്തിനെതിരെ ഞങ്ങൾ പരാതിയുമായി ബന്ധപ്പെട്ട ഇടങ്ങളിലേക്കൊക്കെയും ചെല്ലും. ശക്തമായ നടപടി അതിന്റെ ഭാഗമായി ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. അതോടൊപ്പം തിരുവനന്തപുരം ജില്ലയിൽ ഇപ്പോൾ പോലീസ് കാണിച്ചുകൊണ്ടിരിക്കുന്ന ഈ നരനായാട്ടം എന്തിനാണ്? എല്ലാ വീടുകളിലും SFI പ്രവർത്തകർ, ജില്ലാ സെക്രട്ടറിയുടെ വീട് നിങ്ങൾ 2 തവണ കയറി. നന്ദന്റെ വീട്ടിൽ, തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറിയുടെ വീട്ടിൽ 2 തവണ കയറുന്നു. തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി ഈ പറഞ്ഞ ED റെയ്ഡുമായി ബന്ധപ്പെട്ട ദിവസങ്ങൾ ഇവിടെ ഇല്ല. ഏത് കേസിന്മേലാണ് ഇതൊക്കെ നടത്തുന്നത് എന്നെങ്കിലും പറയണം. കഴിഞ്ഞ ദിവസം ഈ പറഞ്ഞ സമരവുമായി ബന്ധപ്പെട്ട് സെക്രട്ടേറിയറ്റിലേക്ക് നടത്തിയിട്ടുള്ള മാർച്ച്, ആ പ്രതിഷേധ മാർച്ചിൽ പങ്കെടുത്ത ഒരു പെൺകുട്ടിയുടെ വീട്ടിൽ ഇപ്പോ കയറി അരമണിക്കൂർ മുമ്പ്. ഏത് കേസിലാണ് നിങ്ങൾ ഇതൊക്കെ ചെയ്യുന്നത്? എന്താണ് ചാർജ് എന്നറിയാനുള്ള എല്ലാവിധ അവകാശവും ഉണ്ട്. പക്ഷേ വിദ്യാർത്ഥികൾക്ക് വേണ്ടി നടത്തുന്ന ഒരു സമരത്തിനെ ഇങ്ങനെയാണോ കൈകാര്യം ചെയ്യുക? കേരളം പോലുള്ളൊരു സംസ്ഥാനം, കേരളം പോലുള്ളൊരു സംസ്ഥാനത്തെ പോലീസ് ഇങ്ങനെയാണോ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാറ്? പോലീസ് ഏതു വിധേനയാണ് രാഷ്ട്രീയ ചട്ടുകമായി മാറുന്നത്? കോൺഗ്രസിന്റെ രാഷ്ട്രീയ ചട്ടുകമായി ഈ പറഞ്ഞ പോലീസിനെ, സംസ്ഥാനത്തെ പോലീസിനെ മാറ്റുകയാണ്. കോൺഗ്രസിന്റെ രാഷ്ട്രീയ ചട്ടുകമാകേണ്ടതാണോ പോലീസിംഗ്? ക്രമസമാധാനം നിലനിർത്തേണ്ട, ലോ ആൻഡ് ഓർഡർ നിലനിർത്തേണ്ട, ഏറ്റവും സവിശേഷകരമായ ഉത്തരവാദിത്തമുള്ള ഒരു സമൂഹത്തെ കൃത്യമായി മുന്നോട്ട് നയിക്കാൻ കഴിയുന്ന വിധത്തിൽ ഇടപെടേണ്ട, നിഷ്പക്ഷമായി കാര്യങ്ങളെ കാണേണ്ട, രാഷ്ട്രീയപരമായി ഉണ്ടാകുന്ന വിഷയങ്ങളെ അതിനെ ഏതു വിധത്തിൽ കൈകാര്യം ചെയ്യണമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കേണ്ട ഒരു സംവിധാനമല്ലേ പോലീസ്? ആ പോലീസ് ഇടതുപക്ഷ വേട്ട നടത്താൻ
ഇറങ്ങി പുറപ്പെട്ടാൽ സ്വാഭാവികമായും പ്രതിഷേധമുണ്ടാവും. അതിന് ഇത്തരം മേലങ്കികൾ ഉപയോഗിക്കരുത്. വിജയ് വിമലിനെ ഏതർത്ഥത്തിലാണ് അറസ്റ്റ് ചെയ്തതെന്ന് പറയണം തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റിനെ. എന്തിനാണ് SFIയുടെ പ്രവർത്തകരുടെ വീടുകളിലേക്ക് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയണം. അതോടൊപ്പം ഞങ്ങൾക്ക് കേരളത്തിലെ ആഭ്യന്തരമന്ത്രിയോട് പറയാനുള്ളത്, ഞങ്ങൾ അടുത്ത ദിവസം CBSEയിലേക്ക് മാർച്ച് ചെയ്യുന്നുണ്ട്. 2-ാം തീയതി നേരത്തെ പറയാം. സ്വാഭാവികമായും രാജ്യത്തെ വിദ്യാർത്ഥികളെ ബാധിച്ചുകൊണ്ടിരിക്കുന്ന വിഷയമാണ്. +2 പരീക്ഷ കഴിഞ്ഞിട്ട് ഇപ്പോൾ വരെ ഞാൻ ഇന്നലെ ഒരു പ്രവേശനോത്സവത്തിന്റെ ഭാഗമായിട്ടും അതിനപ്പുറത്തേക്ക് ചില പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ 10ാം ക്ലാസ് +2 വിദ്യാർത്ഥികളെ അനുമോദിച്ചുകൊണ്ടിരിക്കുകയാണ് പല സംഘടനകളും. CBSEയുടെ വിദ്യാർത്ഥികൾക്ക് ഇതുവരെ റിസൾട്ട് കിട്ടിയിട്ടില്ല. എന്താണ് സർക്കാർ ഇതൊന്നും കാണാത്തത്? വിഷയങ്ങൾ എന്താണ് അഡ്രസ് ചെയ്യാത്തത്? CBSE വിദ്യാർത്ഥികളുടെ റിസൾട്ട് ലഭ്യമായിട്ടില്ല. നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾ ഇപ്പോഴും ആശങ്കയിലാണ്. അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും നിലപാട് ഇന്നത്തെ സർക്കാർ എടുത്തോ? ഞങ്ങൾ വന്നേയുള്ളൂ എന്ന് പറഞ്ഞ് മടിയൻ വർത്തമാനം പറഞ്ഞേക്കരുത്. ഇപ്പോഴും ചില വിദ്യാർത്ഥികൾ, ഞങ്ങൾ ഈ നീറ്റ് പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികളെ കാണുമ്പോൾ വിദ്യാർത്ഥികൾ പറയുന്നത്, ഇനി വരാൻ പോകുന്ന പരീക്ഷയുടെ സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറഞ്ഞ് ഇപ്പോഴും ടെലഗ്രാമിൽ പലതും ചുറ്റിത്തിരിയുന്നു എന്നാണ്. ആര് നിയന്ത്രിക്കും ഇതിനെ? എന്ത് വിശ്വാസ്യതയാണ് നീറ്റിനുള്ളത്? എങ്ങനെയാണ് വിദ്യാർത്ഥികൾ കഷ്ടപ്പെട്ട് പരീക്ഷ എഴുതുക? അപ്പോൾ ഇതൊക്കെ ഉണ്ടാകുന്ന ഒരു വിഷയത്തിൽ സ്വാഭാവികമായിട്ടും വിദ്യാർത്ഥി സംഘടനകൾ പ്രതിഷേധിക്കും, സമരം ചെയ്യും. ആ സമരം ചെയ്യരുത് എന്നാണോ കേരളത്തിലെ കോൺഗ്രസ് ഗവൺമെന്റ് പറയുന്നത്? അതെനിക്ക് മനസ്സിലാവുന്നില്ല. എന്തർത്ഥത്തിലാണ്? ജനപ്രതിനിധിയെ അറസ്റ്റ് ചെയ്ത വീട്ടിൽ കയറി അറസ്റ്റ് ചെയ്യേണ്ട സ്ഥിതി എന്താണ്? ജില്ലാ പ്രസിഡന്റിനെ നിങ്ങൾക്ക് അത്തരത്തിൽ അന്വേഷിക്കണമെങ്കിൽ വിളിപ്പിക്കാമല്ലോ. ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് ഈ അറസ്റ്റ് എന്തിനാണ്? വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനം നടത്തുന്ന വിദ്യാർത്ഥികളെ ഭീകരവാദികളായി ചാപ്പവുറ്റുന്ന വിധത്തിലേക്ക് നിങ്ങൾ കൈകാര്യം ചെയ്യുന്നത് ഏതർത്ഥത്തിലാണ്? അതുകൊണ്ട് ഒരു കാരണവശാലും ഇത് അംഗീകരിക്കാൻ കഴിയില്ല. ഏതർത്ഥത്തിലാണോ പോലീസ് ഇടപെടേണ്ടത്, പോലീസ് ആ നിലയിൽ തന്നെ ഇടപെടണം. പോലീസ് നടത്തുന്ന ഈ തരത്തിലുള്ള പ്രവണതകളിൽ നിന്ന് പുറകോട്ട് പോകണം. അതിന് ഉത്തരവ് കൊടുക്കുന്ന പോലീസിനെ ഉത്തരവുകൾ ഒബേ ചെയ്യുക എന്നുള്ളത് മാത്രമാണ് അവരുടെ ഉത്തരവാദിത്തം. അതിന് ഉത്തരവ് കൊടുക്കുന്ന ആളുകൾ ആ ഉത്തരവുകളിൽ നിന്ന് പിന്നോട്ട് പോകണം. നിങ്ങൾ ഇപ്പോഴേ വന്നിട്ടുള്ളൂ എങ്കിൽ, കുറച്ചു കാലമേ ആയിട്ടുള്ളൂ എങ്കിൽ, സ്വാഭാവികമായും കേരളത്തിന് ഉതകുന്ന വിധത്തിൽ ജനങ്ങളെ ഉള്ളു മനസ്സിലാക്കി, ജനങ്ങളുടെ ആവശ്യങ്ങളെ തിരിച്ചറിഞ്ഞ് അവരുടെ പ്രതിഷേധങ്ങളെ തെരുവിലേക്ക് കൊണ്ടുവരുന്ന ഇത്തരം വിദ്യാർത്ഥി സംഘടനകളെ, SFI പോലുള്ള വിദ്യാർത്ഥി സംഘടനകളെ തകർക്കാനുള്ള നിലപാടുകൾ മാറ്റിവെക്കണം. ന്യായമായ കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ഇടപെടാം. എന്നാൽ അന്യായമായി അടിച്ചമർത്താനും ഏകപക്ഷീയമായി ഇല്ലാതാക്കാനുമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ സ്വാഭാവികമായും പ്രതിഷേധമുയരും. അതിന്റെ ഭാഗമായി ഞങ്ങൾക്ക് ഇപ്പോൾ ആവശ്യപ്പെടാനുള്ളത്, അന്ന് യൂണിവേഴ്സിറ്റി കോളേജുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള, യൂണിവേഴ്സിറ്റി ക്യാമ്പസുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള അക്രമത്തിൽ ഞങ്ങളെ ആക്രമിച്ച KSUവിന്റെ ഗുണ്ടകൾക്കെതിരെ നടപടിയെടുക്കണം. ആ ഗുണ്ടകൾക്കെതിരെ എന്തുകൊണ്ടാണ് കേസെടുക്കാത്തത്? ഏകപക്ഷീയമായ FIR ആണല്ലോ, നിങ്ങൾക്ക് അന്വേഷിക്കാം. ആ FIRന് പുറമെ മറ്റൊരു FIR വന്നിട്ടില്ല. KSUവിന്റെ നേതാക്കന്മാരുടെ പേരില്ല, അവരുടെ പേരിൽ കേസില്ല. ആ നിലയിലേക്ക് കാര്യങ്ങൾ പോയിക്കൂടാ. അതോടൊപ്പം മലപ്പുറത്ത് നടത്തിയിട്ടുള്ള ലാത്തിചാർജിൽ പരിക്കേറ്റിട്ടുള്ള വിദ്യാർത്ഥികളെ കൃത്യമായി അവരുടെ മെഡിക്കൽ റിപ്പോർട്ട് മനസ്സിലാക്കിക്കൊണ്ട് എന്താണ് തലക്കടിക്കുന്ന പോലീസിനെ എങ്ങനെയാണ് പെട്ടെന്നൊരു ദിവസം കേരളത്തിൽ ഉണ്ടാക്കിയിട്ടുള്ളത്? തലക്ക് നേരിട്ടടിക്കുകയാണ്. മാറിയടിഞ്ഞതോ ഒഴിഞ്ഞു മാറുമ്പോൾ വന്നതോ അല്ല, നേരിട്ടടിക്കുകയാണ്. ആ വീഡിയോയിൽ കാണാം. അപ്പൊ അത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് കൃത്യമായ നടപടിയെടുത്തു പോകണം. പോലീസ് ഇത്തരം ആക്ടിൽ നിന്ന് പുറകോട്ട് പോകണം. അധ്യയന വർഷം തുടങ്ങുകയാണ്. വിദ്യാർത്ഥികൾക്കായി SFIയുടെ പ്രവർത്തനം മുന്നോട്ട് വരികയാണ്. ആ പ്രവർത്തനവുമായി പോകുന്ന SFI വിദ്യാർത്ഥികളെ വേട്ടയാടി കളയാമെന്ന നിലപാടിൽ നിന്ന് പുറകോട്ട് പോകണം എന്നുള്ളതാണ് ഈ സർക്കാരുമായി ബന്ധപ്പെട്ട് പ്രതിഷേധ സൂചകമായും അതോടൊപ്പം കൃത്യമായ രാഷ്ട്രീയ നിലപാടെന്ന നിലയിലും അറിയിക്കാനുള്ളത്. എവിടെ? അതിപ്പോ ഞാനുണ്ട്. ED റെയ്ഡ് നടക്കുന്ന സ്ഥലത്ത് ഞങ്ങൾ എല്ലാവരും, അതെ, അയാളിപ്പോ വിജയ് വിമൽ, SFIയുടെ ജില്ലാ പ്രസിഡന്റ്, ഞങ്ങൾ എല്ലാവരും ഉണ്ട്. ഞാനുണ്ട്, വിജയ് വിമലുണ്ട്, എല്ലാവരും ഉണ്ട്, ഗോവിന്ദ മാഷുണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പോ ഇല്ല, സ്വാഭാവികമായിട്ടില്ല. അവിടെയുള്ള ആളുകളെയൊന്നും ഞങ്ങൾ, ഈ പറഞ്ഞ ആളുകളെയൊന്നും ഞങ്ങൾ ആ ഘട്ടത്തിൽ കണ്ടിട്ടില്ല. പിന്നീടാണ് നിങ്ങൾ ഈ പറഞ്ഞ വിഷ്വൽ പോലും ഞങ്ങൾ കാണുന്നത്. സഞ്ജീവിന്റെ പേരുണ്ടെന്നാണ് പോലീസിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അപ്പൊ അതാണ് ഞാൻ പറയുന്നത്. ഞാൻ എവിടെയാണുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എന്നെ എനിക്ക് തോന്നുന്നു ഇവിടെ ഇരിക്കുന്ന പലരും കണ്ടിട്ടുണ്ട്. ഞാൻ മുൻ CMന്റെ ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവിന്റെ സ്റ്റേറ്റ്മെന്റ് കേട്ടുകൊണ്ടിരിക്കുകയാണ്. എന്നെ പോലുമാണ് ഇവർ ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നതെങ്കിൽ അതിന്റെ പിന്നിൽ രാഷ്ട്രീയം എന്നല്ലാതെ മറ്റെന്താണ് പറയേണ്ടത്? SFIയുടെ കേരള സംസ്ഥാന സെക്രട്ടറി ഇത് ചെയ്യും എന്നാണോ പോലീസ് പറയുന്നത്? എന്നാ അങ്ങനെയല്ല. അങ്ങനെയാണെങ്കിൽ വിജയ് വിമലിനെ എങ്ങനെയാണ് പിടിക്കുക? എന്റെ പേരെങ്ങനെയാ വരിക? എന്റെ പേര് വന്നു എന്നാണല്ലോ പറയുന്നത്. വിജയ് വിമലിന്റെ വീട്ടിലേക്ക് എങ്ങനെയാ പോവുക? അങ്ങനെയാണെങ്കിൽ ജില്ലാ സെക്രട്ടറിയുടെ വീട്ടിൽ എങ്ങനെയാ കയറുക? ജില്ലാ സെക്രട്ടറി ഇവിടെ ഇല്ല, പത്തനംതിട്ടയില. ജില്ലാ സെക്രട്ടറി പത്തനംതിട്ടയിലുള്ള ആളെ അന്ന് ഇവിടെ ഇല്ല, നന്ദനെ, അയാളുടെ വീട്ടിലേക്ക് എന്തിനാണ് പോകുന്നത്?
സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് ചെയ്ത കുട്ടിയുടെ വീട്ടിലേക്ക്, പെൺകുട്ടിയുടെ വീട്ടിലേക്ക് എന്തിനാണ് പോലീസ് പോകുന്നത്? ഇതൊക്കെ ചോദ്യമല്ലേ? ഇ ഡി ഉദ്യോഗസ്ഥരെ മർദ്ദിച്ച കേസിലല്ല വിജയ് വിമലിനെ പോലീസുമായി സംഘർഷം ഉണ്ടാക്കിയതിന്റെ പേരിലാണ് അറസ്റ്റ് ചെയ്തതെന്ന് കൺഫേം അല്ല. അങ്ങനെ ചില വിവരങ്ങൾ കൂടി വരുന്നുണ്ട്. ഞാൻ ചോദിക്കുന്നത്, ഒരാളെ അറസ്റ്റ് ചെയ്യുമ്പോൾ എന്താണ് ചാർജ് എന്ന് പറയുന്നത്? അപ്പൊ ഈ പറഞ്ഞ വിഷയത്തിന് മുമ്പേ നടന്നിട്ടുള്ള കാര്യമാണിത്. അതിനുശേഷവും നമ്മൾ സമരം നടത്തിയിട്ടുണ്ട്. ഇപ്പം അന്ന് നടന്ന പാളയത്ത് നടന്ന വിഷയമാണെങ്കിൽ അതിനുശേഷം തൊട്ടപ്പുറത്തെ ദിവസം നമ്മൾ നടത്തിയിട്ടുണ്ട്. അതിനുശേഷവും സമരങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ വിജയ് വിമൽ ഇവിടെയൊക്കെ നടക്കുന്നുണ്ട്. അപ്പൊ അപ്പോഴൊന്നും ഇല്ലാത്ത ചാർജ് എങ്ങനെയാണ് പൊടുന്നനെ വന്നത്? അപ്പൊ ഇതിന്റെ മറപറ്റി സംസ്ഥാനത്തെമ്പാടുമുള്ള എല്ലാവിധ SFI സമരങ്ങളെയും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഞങ്ങളുടെ പ്രവർത്തകരെയൊക്കെ ജയിലിലിടാം എന്നാണ് ഇവർ കരുതുന്നത്. അങ്ങനെ എങ്ങനെ ഞങ്ങൾക്ക് വഴിപ്പെട്ടു പോകാൻ കഴിയും? ഞങ്ങൾ ഇവിടെ പ്രവർത്തിക്കണ്ടേ? ഞങ്ങൾക്ക് പ്രവർത്തിക്കണ്ട എന്നാണോ? എന്നാലും അദ്ദേഹം അങ്ങനെ തന്നെ പറയട്ടെ. ഞങ്ങൾ അടിയന്തരാവസ്ഥയിലൊക്കെ നിരോധിക്കപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ഒരു നിരോധനമുണ്ടോ? നിരോധനം ഉണ്ടെങ്കിൽ രമേശ് ചെന്നിത്തല വ്യക്തമാക്കണം. അല്ലാതെ കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ട് ഞങ്ങളൊന്ന് ഇരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളെ തട്ടുപൊളിപ്പൻ ന്യായമൊക്കെ പറയുന്ന രമേശ് ചെന്നിത്തല സ്വയം ഒന്ന് ചെയ്തു വെക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ജനാധിപത്യ മര്യാദയാണോ എന്നൊക്കെ കൃത്യമായി മനസ്സിലാക്കണം. അവിടെ ഉണ്ടായിരുന്ന 300ഓളം പേർ എന്നാണല്ലോ പോലീസിന്റെ അസസ്മെന്റ്. ആ 300ഓളം പേര് ഈ പറഞ്ഞതുപോലെ ഈ പ്രശ്നങ്ങളൊക്കെ ഏതെങ്കിലും വിധത്തിൽ കൈകാര്യം ചെയ്തിട്ടുണ്ടോ? അവിടെ സ്വാഭാവികമായിട്ടും ഉണ്ടായിട്ടുള്ള ഒരു അമർഷത്തിന്റെ ഭാഗമായി ഉണ്ടായ ചില പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങൾക്കപ്പുറത്തേക്ക് അതിനെ ഉപയോഗിച്ച് രാഷ്ട്രീയപരമായി ഇല്ലാതാക്കാൻ ശ്രമിച്ചാൽ ഞങ്ങളുടെ പ്രവർത്തകരൊക്കെ ജയിലിലിടുമെന്നാണ് ഇടപെടുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും ഞങ്ങൾക്ക് പ്രതിരോധിക്കണ്ടേ? അപ്പൊ SFI എന്ന നിലയിൽ ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത്, ശക്തമായിട്ടുള്ള നിലയിൽ ഞങ്ങൾ ഇതിനെ പ്രതിരോധിക്കുമെന്നുള്ളതാണ്. ഒരു കാരണവശാലും അകാരണമായിട്ടുള്ള ഒരു അറസ്റ്റിനും ഞങ്ങൾ വിധേയപ്പെടില്ല.